ഹലോ 10ാം ക്ലാസ്സിലെ മക്കളെ, കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഇട്ടുന്ന അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഞാൻ ഇടുന്നത്. ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു സർക്യൂട്ടിൽ ഏതെല്ലാം സാഹചര്യത്തിൽ അമിതമായ വൈദ്യുതപ്രവാഹം വരുവാനുള്ള സാഹചര്യങ്ങൾ ഏതാണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ എന്താ ഉത്തരം പറയണം? ഒന്നാലോചിച്ച് നോക്കി. 1 ഷോർട്ട് സർക്യൂട്ട്, ലഘുപതനം. രണ്ടാമത്തത് ഓവർലോഡിങ്. പഠിച്ചു കാണുമല്ലോ. 1 ലഘുപതനം, ഷോർട്ട് സർക്യൂട്ട്, 2 ഓവർലോഡിങ്. ഇത് മനസ്സിലാക്കി വെക്കണം. ഒരു സർക്യൂട്ടിലെ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും പോസിറ്റീവും നെഗറ്റീവും നേരിട്ട് ബന്ധപ്പെടുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. വീട്ടിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളും ഫേസും ന്യൂട്രലും എടുക്കും, അവിടെ സ്വിച്ച് കൊടുത്തിരിക്കും. ഇതില്ലാതെ ഫേസും ന്യൂട്രലും ഡയറക്റ്റ് അങ്ങ് കോണ്ടാക്ട് വരുമ്പോൾ ആ സർക്യൂട്ടിലെ റെസിസ്റ്റൻസോ പ്രതിരോധം കുറയും, വൈദ്യുതപ്രവാഹം കൂടും. അതാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇനി ബോർഡിലോട്ടൊന്ന് നോക്കിയേ. ഞാനൊരു സർക്യൂട്ട് വരച്ചു വച്ചിരിക്കുകയാണ്. ഇതുപോലത്തത് ഇനിയും വരാം. ദാണ്ടെ പോസിറ്റീവ്, നെഗറ്റീവ്. പോസിറ്റീവ് സൈഡിൽ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സർക്യൂട്ട് പോകുന്നു. മുകളിൽ S1 സ്വിച്ച്, അവിടെ ഒരു ബൾബുണ്ട്. താഴെ S2 സ്വിച്ച്, അവിടെ ബൾബില്ല. അത് നേരെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വന്ന് കയറുകയാണ്. S1 ഓൺ ചെയ്താൽ ഈ ബൾബ് പ്രകാശിക്കും. അത് നമുക്കറിയാം. ടെർമിനലിൽ കൂടെ പോസിറ്റീവിൽ നിന്ന് ഫ്യൂസിൽ കൂടെ കയറി ഈ ജംഗ്ഷനിൽ വന്ന് മുകളിലോട്ടും പോകാം, താഴോട്ടും പോകാം. മുകളിലെത്തത് ഓൺ ആയതുകൊണ്ട് ഈ ബൾബ് പ്രകാശിച്ചിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനിയാണ് എൻ്റെ ചോദ്യം. S2 കൂടി ഓൺ ചെയ്താൽ, സ്വിച്ച് S2 കൂടി ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്നാണ് നമുക്കറിയണ്ടേ. നോക്കാം. S2 ഞാൻ ഓൺ ചെയ്താൽ ഇവിടെ പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയ്ക്ക് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമില്ല. അങ്ങനെ വരുമ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് കൂടും, പ്രതിരോധം കുറയും, കറണ്ട് കൂടും. അങ്ങനെ വന്നാൽ ഫ്യൂസിനകത്ത് കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും, സർക്യൂട്ടിൽ കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ഫ്യൂസ് എരിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കും. S2 ഓൺ ചെയ്താൽ അത് ഷോർട്ട് സർക്യൂട്ടിന് സമമായിരിക്കും. അപ്പൊ ചോദ്യം ഇതാണ്. ഇതിനകത്ത് S2 കൂടി ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും, എന്തുകൊണ്ട് എന്നാണ്. നമ്മൾ എന്ത് പറയും? ഫ്യൂസ് എരിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കും. ഫ്യൂസ് മെൽറ്റ് ആൻഡ് ബ്രേക്ക് ദ സർക്യൂട്ട് എന്ന് എഴുതണം. വൈ എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട്, ലഘുപതനം മൂലം എന്നങ്ങ് എഴുതിയാൽ മാത്രം മതി. ഇനി ഈ ഫ്യൂസ് നമ്മൾ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഫ്യൂസ് എപ്പോഴും ഫേസ് ലൈനിൽ കൊടുക്കണം. അതൊരു പോയിന്റാണ്. ഇതാണ് ഫേസ് ലൈൻ, പോസിറ്റീവ് ലൈൻ. ഫ്യൂസ് ഫേസ് ലൈനിൽ കൊടുക്കണം. മറ്റൊന്ന്, കനമുള്ള ചെമ്പ് കമ്പി ഫ്യൂസ് വയറായി ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല, കണക്ട് ചെയ്യുന്ന വയറിന്റെ അഗ്രങ്ങൾ, ബന്ധിപ്പിക്കുന്ന ഫ്യൂസ് കമ്പിയുടെ അഗ്രങ്ങളൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കുവാൻ പാടില്ല. ടെസ്റ്റിനകത്ത് 3 പോയിന്റ് പറയുന്നുണ്ട്. ഫ്യൂസ് ഘടിപ്പിക്കുമ്പോൾ what are the points to remember when a fuse is connected in the circuit? Fuse is always connected in the phase line. Fuse phase line il kodukkanam.
കനമുള്ള ചെമ്പ് കമ്പി ഫ്യൂസ് വയർ ഉപയോഗിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ടു യൂസ് തിക്കർ കോപ്പർ വയർ ആസ് ഫ്യൂസ് വയർ. മറ്റൊന്ന്, ഫ്യൂസ് കമ്പിയുടെ അഗ്രങ്ങൾ പുറത്തേക്കൊന്നും തള്ളി നിൽക്കുവാൻ പാടില്ല. The ends of the fuse wire does not project outwards. ഇത്രയും കാര്യങ്ങൾ 2 പോയിന്റെങ്കിലും ഓർത്ത് വെച്ചേക്കണം. 2 പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. ഇനി നമ്മൾ പോകുന്നത് ബൾബുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ബൾബ് പലതരത്തിലുള്ള ബൾബുകളുണ്ട്. ഫിലമെന്റ് ബൾബുണ്ട്. ഫിലമെന്റ് ബൾബിനൊരു പേരും കൂടിയുണ്ട്, ഇൻകാൻഡസെന്റ് ബൾബ് എന്ന് പറയും. ഇൻകാൻഡസെന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഗ്ലോ വിത്ത് ഹീറ്റ് എന്നാണ്. താപം കൊണ്ട് ജ്വലിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതിനകത്തൊരു ഫിലമെന്റ് ഉണ്ടല്ലോ. നിക്രോമിനെ പോലെ ഒരു ഫിലമെന്റ് ഇവിടെ ഉണ്ട്. അവിടെ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയും, ഇവിടെ ഫിലമെന്റ് എന്നും പറയും. ആ ഫിലമെന്റ് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? ടങ്സ്റ്റൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് എഴുതണം. എന്തുകൊണ്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നു എന്ന് നിക്രോമിനെ പോലെ തന്നെ ഇവിടെയും ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, ടങ്സ്റ്റന്റെ ഒരു പ്രത്യേകത ഉയർന്ന ദ്രവണാങ്കമാണ്, ഹൈ മെൽട്ടിംഗ് പോയിന്റ് ആണ്. 2, ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്. മാത്രമല്ല നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. ഇറ്റ് ക്യാൻ മേക്ക് ഇൻ തിൻ വയർ, ഡക്റ്റിലിറ്റി എന്ന് നമുക്ക് പറയാം. മാത്രമല്ല പ്രകാശം പുറപ്പെടുവിച്ചുകൊണ്ട് വളരെ കൂടുതൽ സമയം നിലനിൽക്കുവാൻ ടങ്സ്റ്റന് കഴിയുന്നു. 4 പ്രത്യേകതകൾ ടെസ്റ്റിനകത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും 2 എണ്ണമായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നു? 2 കാരണങ്ങൾ ബൈ ഹാർട്ടാക്കി വെച്ചിരിക്കണം. 2 കാരണങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് പഠിച്ചു വെച്ചേക്കണം. ഇനി നമ്മൾ പോകുന്നത് ഡിസ്ചാർജ് ബൾബിലേക്കാണ്. ഡിസ്ചാർജ് ബൾബിൽ വാതകങ്ങളാണ്, അവിടെ ഫിലമെന്റ് ഇല്ല. 4 വാചകങ്ങളായിട്ട് പഠിച്ചു വെക്കണം ഡിസ്ചാർജ് ബൾബിന്റെ പ്രവർത്തനം. താഴ്ന്ന മർദ്ദത്തിൽ വാതകം നിറച്ചിട്ടുണ്ട്. 2 ഇലക്ട്രോഡുകൾ കാണും. ഇലക്ട്രോഡുകൾക്കിടയിൽ ഉയർന്ന വോൾട്ടത നമ്മൾ പ്രയോഗിക്കുമ്പോൾ അവയ്ക്കിടയ്ക്ക് ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാവും, വൈദ്യുത ഡിസ്ചാർജ് ഉണ്ടാകും. എനർജി കുറഞ്ഞ ഇലക്ട്രോണുകൾ ഊർജം കൂടുതൽ കൈവരിച്ച് ഉയർന്ന മേഖലയിലേക്ക് പോകും. പക്ഷേ ഇലക്ട്രോണുകളുടെ സ്വഭാവം മൂലം സ്ഥിരത കൈവരിക്കുവാൻ വേണ്ടി ലഭിച്ച ഊർജം പുറത്തേക്ക് തള്ളിക്കൊണ്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. ഇത് ടെസ്റ്റിനകത്ത് വ്യക്തമായിട്ട് 4 വാചകം നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ 4 വാചകങ്ങൾ ഷഫിൾ ചെയ്തൊക്കെ തരും, തിരിച്ചും മറിച്ചും ഒക്കെ തരും. അതിന്റെ കറക്റ്റ് ഓർഡർ അനുസരിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. കറക്റ്റ് ഓർഡർ അനുസരിച്ച് പഠിച്ചു വെക്കണം. ടെസ്റ്റിനകത്ത് ഒരു ബോക്സിനകത്ത് ഇടത്തേപ്പിച്ചിൽ ഏറ്റവും താഴെ വരച്ച് ബോക്സിനകത്ത് കിടപ്പുണ്ട്, അത് പഠിക്കണം. ഡിസ്ചാർജ് ബൾബിന്റെ പ്രവർത്തനം ക്രമപ്പെടുത്തുക എന്നൊക്കെ കയറി ചോദിച്ചു കളയും. അതിനുശേഷമാണ് നമുക്ക് ആർക്ക് ലാമ്പ് വരുന്നത്. ആർക്ക് ലാമ്പ്, ഈ ആർക്ക് ലാമ്പിനകത്ത് 2 ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. കാർബൺ ഇലക്ട്രോഡുകൾ കാണും. ആ ഇലക്ട്രോഡുകൾക്കിടയിൽ ഉയർന്ന വോൾട്ടത പ്രയോഗിക്കും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാകും. ആ ഡിസ്ചാർജാണ് നമുക്ക് പ്രകാശമായിട്ട് കിട്ടുന്നത്. ആർക്ക് ലാമ്പിന്റെ ഉപയോഗമാണ് നമുക്ക് പ്രാധാന്യം. ഉപയോഗം പഠിക്കണം ആർക്ക് ലാമ്പിന്റെ. സെർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സെർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമാ പ്രൊജക്ടറുകളിൽ ആർക്ക് ലാമ്പ് ഉപയോഗിക്കാറുണ്ട്. സിനിമാ പ്രൊജക്ടറിൽ ആർക്ക് ലാമ്പ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നാടക നൃത്ത രംഗങ്ങളിൽ സ്റ്റേജ് പെർഫോമൻസ്, അവിടെയും ആർക്ക് ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ടെസ്റ്റ് വായിക്കണം.
ടെസ്റ്റിനകത്ത് ഈ 3 കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്. അത് ബൈഹാർട്ടാക്കി വെക്കണം. ആർക്ക് ലാമ്പ്. ഇനി ഫിലമെന്റ് ബൾബിന് ഒരു മെറിറ്റുമില്ല, എല്ലാം ഡീമെറിറ്റുകളാണ്. മേന്മയില്ല, ഓട്ടങ്ങളേ ഉള്ളൂ. ഒന്ന് പഠിച്ചു വച്ചിക്കണം. ഫിലമെന്റ് ബൾബിന്റെ ഒരു ഡീമെറിറ്റ, പോരായ്മ എന്താ? വൈദ്യുതോർജത്തിന്റെ കൂടുതൽ ഭാഗവും താപോർജമായിട്ട് നഷ്ടപ്പെടുകയാണ് ഫിലമെന്റ് ബൾബിനകത്ത്. The majority of the energy consumed is lost in the form of heat എന്ന് അവിടെ എഴുതണം. ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കൂടുതൽ ഭാഗവും താപോർജമായിട്ട് നഷ്ടപ്പെടുകയാണ്. അത് ഡീമെറിറ്റാണ് ഫിലമെന്റ് ബൾബിൽ. ഇനി എൽ ഇ ഡിയുടെ എക്സ്പാൻഷൻ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറഞ്ഞു. ഡയോഡ് മീൻസ് 2 ഇലക്ട്രോഡുകൾ എന്നാണ്. വളരെ കുറഞ്ഞ പവർ ഉപയോഗിച്ച് വൈദ്യുതോർജം പ്രകാശോർജമാക്കി മാറ്റുന്ന സംവിധാനമാണ് LED. ഓർമ്മ വേണം. ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻടു ലൈറ്റ് എനർജി ബൈ യൂസിങ് വെരി ലോ പവർ. വളരെ കുറഞ്ഞ പവർ ഉപയോഗിച്ച് വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് LED എന്ന് പറയുന്നത്. അവിടെ എനർജി ലോസ് വളരെ കുറവാണ്. അത് എങ്ങനെ സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഫിലമെന്റ് ഇല്ലല്ലോ, LED-ക്കകത്ത് ഫിലമെന്റ് ഇല്ല. അതുകൊണ്ട് താപരൂപത്തിലുള്ള ഊർജനഷ്ടം കുറവായിരിക്കും. ഓർമ്മ വെച്ചേക്കണം. എങ്ങനെയാണ് എനർജി ലോസ് മിനിമൈസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, there is no filament at all. ഫിലമെന്റ് ഇല്ല. സോ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഈസ് ലെസ് എന്ന് എഴുതണം. താപരൂപത്തിലുള്ള ഊർജനഷ്ടം കുറവാണ് എന്ന് എഴുതണം. മാത്രമല്ല ഇതിനകത്ത് മെർക്കുറി ഇല്ല. മെർക്കുറി ഇല്ലാത്തത് കൊണ്ട് എക്കോ ഫ്രണ്ട്ലിയാണ്. അന്തരീക്ഷ മലിനീകരണം കുറവാണ്. അന്തരീക്ഷ മലിനീകരണം കുറച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മെർക്കുറി ഇല്ലാത്തത് കൊണ്ട് എക്കോ ഫ്രണ്ട്ലിയാണ്. അന്തരീക്ഷ മലിനീകരണം കുറവാണ്. അവസാനത്തെ 2 വാചകം പഠിച്ചു വെച്ചേക്കണം. എങ്ങനെയാണ് എനർജി ലോസ് കുറച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അന്തരീക്ഷ മലിനീകരണം കുറച്ചിരിക്കുന്നത്. ഇത് LED-ക്കകത്ത്. LED-യുടെ ഭാഗങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. കണ്ട LED-യുടെ ഭാഗങ്ങൾ ഇങ്ങനെ ഇറ്റാലിക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. റെക്ടിഫയർ, ഹീറ്റ് സിങ്ക്, അങ്ങനെ ഒരു 4 പോയിന്റ് അവിടെ കിടപ്പുണ്ട്. അത് ബൈഹാർട്ടാക്കി വെക്കണം. വിച്ച് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് എൻ LED എന്ന് കയറി ചോദിച്ചു കളയും. 3 LED-യുടേത്, 1 വേറെ ഏതെങ്കിലും ഒരു അണ്ടപ്പുഴുത്ത തെറ്റും കൂടെ അങ്ങ് തരും. കേട്ടാക്കളെ നോക്കിക്കോണം. LED-യുടെ ഭാഗങ്ങളല്ലാത്തത് ഏത്? വീണ്ടും ഇതിന്റെ ബാക്കിയുമായിട്ട് ഒട്ടും താമസിയാതെ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ വരും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. എങ്കിലല്ലേ നമുക്ക് ഒരു ഗുമ്മ് വരുത്തുള്ളൂ ഇടാൻ, വീഡിയോ ഒക്കെ ഇടാൻ. പഠിക്കണം. നമ്മുടെ ലക്ഷ്യം ഫിസിക്സിന് ഒരു A+ വാങ്ങുക എന്നുള്ളതാണ്. ഞാനും സഹായിക്കാം നിങ്ങളെ. തരുന്നത് അതേപോലെയൊക്കെ പഠിക്കണം. ടെസ്റ്റ് വായിക്കണം. ടെസ്റ്റ് മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. ബൈ ബൈ. വീണ്ടും നമ്മൾ കാണും. അടുത്ത താമസിയാതെ വീണ്ടും നമ്മൾ കണ്ടിരിക്കും. ബൈ ബൈ. സി യു.